കോട്ടയത്തും സമാന സാഹചര്യമാണ്. കോട്ടയത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. തീക്കോയി, മംഗളഗിരി, കൈപ്പള്ളി, പെരിങ്ങളം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി. ആളപായമില്ല, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ 12ഓളം ഇടങ്ങളിൽ മണ്ണിടിഞ്ഞുവെന്നുള്ള വിവരം ലഭിക്കുന്നു. ഈരാറ്റുപേട്ട നഗരത്തിൽ നടക്കൽ, കാടുവാമുഴി മേഖലകളിൽ വെള്ളം കയറി. 30 ഏക്കറിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. ഉപ്പുതുറ മത്തായിപ്പാറയിൽ പോലീസ് ജീപ്പിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. പോലീസുകാർ വാഹനം നിർത്തിയിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. അഖിൽ കെയുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, കോട്ടയത്തും അതിശക്തമായ മഴയാണ്. 12 ഇടങ്ങളിലോളം മണ്ണിടിച്ചിലുണ്ടായി എന്നറിയാൻ സാധിക്കുന്നു. ആളപായമില്ല എന്നത് തന്നെ വലിയൊരു ആശ്വാസം. തീർച്ചയായും കീർത്തന, അത് തന്നെയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യാൻ തുടങ്ങിയ ശക്തമായ മഴയിലാണ് ജില്ലയുടെ ഈ മലയോര മേഖലയായിട്ടുള്ള കുട്ടിക്കൽ, അതുപോലെ തന്നെ തീക്കോയി മേഖലയിലൊക്കെ തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതാണ്. ഈ ആളപായമില്ല എന്നതിനപ്പുറത്തേക്ക് പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയുടെ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. വലിയ തോതിൽ വീടുകളിലേക്കും അതുപോലെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള ഒരു വിവരങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന തീക്കോയി മേഖലയിലാണ്. തീക്കോയി മേഖലയിലെ 30 ഏക്കറിലാണ് ഒരു വീടിന് മുകളിലേക്ക് മണ്ണ്, അതായത് ഉരുളുപൊട്ടിയതിന്റെ ഭാഗമായി മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ട് താഴെയുള്ള വീടിന് മുകളിലേക്ക് ഒരു പാറക്കല്ല് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ആ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയും ഈ മണ്ണിടിഞ്ഞു വീണ് വീടിനുള്ളിൽ 2 പേരെ ഫയർഫോഴ്സും മറ്റ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും എത്തിയ ശേഷമാണ് പുറത്തേക്ക് എടുത്തത്. പക്ഷെ അവർക്ക് മറ്റു പരിക്കുകളോ വലിയ ഗുരുതരമായ പരിക്കുകളോ മറ്റു വിഷയങ്ങളോ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അവിടെ നിർത്തിയിട്ടിരുന്ന 5ഓളം വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. പുഴയുടെ തീരത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. മുണ്ടക്കയത്ത് നിലവിൽ ഇതിനോടകം തന്നെ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഇതിനകത്ത് ഒരു 12-12:30 മണിയോടുകൂടി തന്നെ ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയതാണ്. അത് ഇപ്പോഴും ആ വെള്ളം കയറ്റം തുടരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് 2018 പ്രളയത്തിൽ പോലും ഇത്രത്തോളം വെള്ളം കയറിയ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈരാറ്റുപേട്ട നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈരാറ്റുപേട്ട നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളും, അതായത് 2 നില വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് പോലും വെള്ളം കയറുന്ന രീതിയിൽ പലയിടങ്ങളിലും ഈരാറ്റുപേട്ട നഗരത്തിൽ പലയിടങ്ങളിലും സ്ഥിതിവിശേഷങ്ങൾ മാറി മറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഈ കൂട്ടിക്കലിൽ ഉരുളായി, അതുപോലെ തന്നെ കുട്ടിക്കൽ ഉരുളായി ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ എന്തായാലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടുള്ള വിവരം, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ളവരെ ബന്ധപ്പെടും മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2 ഇടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. തീക്കോയി, പൂഞ്ഞാർ, തേക്കേക്കര ഭാഗങ്ങളിലാണ് മറ്റ് 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. തീക്കോയാണ് ഈ മംഗളഗിരി എന്ന് പറയുന്നത്. അവിടെയാണ് 30 ഏക്കർ, അവിടെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായി, വീടിന് മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. കൈപ്പള്ളി, പെരിങ്ങളം എന്നീ ഇവിടങ്ങളിലും ഈ മലയോര മേഖലയിൽ ഒരു ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഉരുൾപൊട്ടി ഇറങ്ങിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ള പാലാ നഗരസഭ, പാലയുടെ ഇപ്പോൾ ഈ ഈരാറ്റുപേട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ വെള്ളക്കെട്ടിന്റെ ഭാഗമായി പാലാ നഗരസഭാ പ്രദേശങ്ങളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിലേക്കടക്കം വെള്ളം കയറി തുടങ്ങിയെന്നാണ്. ഈ വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ 12ഓളം ഇടങ്ങളിലാണ്, അതായത് വാഗമണിലേക്കും ഈരാറ്റുപേട്ട പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്, അതായത് ഇടുക്കിയിലേക്ക് കയറിപ്പോകാനുള്ള ഒരു റൂട്ടാണെന്ന് പറഞ്ഞാൽ വാഗമണിലേക്ക് പാത, അത് ഒറ്റപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം 12ഓളം ഇടങ്ങളിലാണ് ആ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ 2 പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു കുറച്ചുകൂടി, അതായത് കുറച്ചുകൂടി രാവിലെ ആകുമ്പോഴായിരിക്കും ഈ കൃത്യമായി എവിടെയൊക്കെയാണ് ഈ ഉരുൾപൊട്ടി എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചു വരുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. മുണ്ടക്കയം, കൂട്ടിക്കൽ ക്രോസ് വേ അടക്കം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകളോട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം, അതായത് മലയോര മേഖലയിൽ പുഴയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ മലയോര താമസിക്കുന്ന ആളുകളൊക്കെ മാറി താമസിക്കണം എന്നുള്ള കാര്യം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൃത്യമായൊരു നിർദ്ദേശം ഈ ജില്ലാ കളക്ടർ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ക്രോസ് വേകളടക്കം, അതായത് ഈരാറ്റുപേട്ട നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്കാവുന്നു. മുണ്ടക്കയം ഈരാറ്റുപേട്ടയിലെ ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ രാത്രി മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 2018 പോലും ഇത്ര വലിയൊരു വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ നഗരം മൊത്തത്തിൽ തന്നെ വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യമാണ്. ഒരു മുട്ടോളം തന്നെ വെള്ളമുണ്ട്. ആളുകളൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ അവർ പകർത്തി ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പലർക്കും അത് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചേതൻ കുമാർ, അദ്ദേഹം കോട്ടയം ജില്ലാ കളക്ടറാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. സാർ നമസ്കാരം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മഴ തുടരുകയാണോ കോട്ടയത്ത്? നമസ്കാരം. സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മുണ്ടക്കയം ഭാഗത്ത് കുറച്ച് കൂടുതൽ റെയിൻഫോൾ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ മണിമാല റിവർ, പാലായിൽ കൂടി നമ്മുടെ മീനാച്ചിൽ റിവറിൽ കൂടി നമ്മുടെ റിവറിന്റെ വാട്ടർ ലെവൽ വളരെ കൂടുതലായിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മുടെ ടീം ഫീൽഡിലാണ്. നമുക്ക് എല്ലാ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിന്റെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇപ്പോൾ സിറ്റുവേഷൻ കൺട്രോളിലാണ്. ഒന്നും അനിഷ്ടം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ബാക്കി നമുക്ക് എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. ശരി, കോട്ടയം ജില്ലയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിൽ മഴയാണോ ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായത്? സഡൻ ആയിട്ട് കുറച്ച് നൈറ്റിൽ കൂടുതൽ മഴ ഉണ്ടായിരുന്നു. ശരി, ഇപ്പോഴും ആ മഴ അങ്ങനെ തന്നെ തുടരുകയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, അത് കണ്ടിന്യൂഡ് ആണ്. നമുക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻ കൺട്രോളിലാണ്. നിലവിൽ ഒന്നും അനിഷ്ടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ടീം എല്ലാ ഫീൽഡിലാണ്. നമുക്ക് എല്ലാ ക്യാമ്പ് സജ്ജമായിട്ടുണ്ട്. ഇതുവരെ 6 ക്യാമ്പ്സ് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. വി ആർ മോണിറ്ററിംഗ് ദ എൻറ്റയർ സിറ്റുവേഷൻ. ഈ മലയോര മേഖലകളിൽ ചില ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വി നോ ദാറ്റ് പ്ലേസ്. മെയിൻലി നമ്മുടെ തീക്കോയൻ കുട്ടിക്കൽ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ നമുക്ക് സീരിയസ് സിറ്റുവേഷൻ ഇല്ല. നമുക്ക് എല്ലാവരുടെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒന്നും ജനങ്ങൾക്ക് ഒരു എന്തെങ്കിലും അനിഷ്ടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ വി ആർ മോണിറ്ററിംഗ് ദ സിറ്റുവേഷൻ ആൻഡ് അവർ ടീംസ് ആർ ഇൻ ഫീൽഡ് ഇൻ ബോത്ത് ദ പ്ലേസസ് ആൻഡ് വി വിൽ കോർഡിനേറ്റ് എവറിത്തിങ്. ശരി സാർ, ഒരൊറ്റ കാര്യം കൂടി, ഈ കൈപ്പള്ളി അതുപോലെ തന്നെ ഈ തീക്കോയ് പോലുള്ള ഭാഗങ്ങൾ മലയോര മേഖലകളിലൊക്കെ ഈ ഉരുൾപൊട്ടുന്ന സമയങ്ങളിൽ പിന്നീട് സംഭവിക്കുന്നത് പാലായിലേക്കും കോട്ടയം നഗരത്തിലേക്കും ഒക്കെ ആ ഒരു വെള്ളം കുത്തിയൊലിച്ച് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മുൻകരുതൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ അലർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ടീമും ഇപ്പോൾ ഫീൽഡിലാണ്. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജനങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിൽ നമുക്ക് മാറാം. ശരി ശരി, വളരെ നന്ദി. ഇപ്പോൾ കോട്ടയം കളക്ടർ ചേതൻകുമാർ മീണയാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ശക്തമായൊരു മഴ രാത്രികാലങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്. പുളിരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ പാലാ നഗരസഭയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ 2018 വലിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറാത്ത പല ഭാഗങ്ങളിലും ചില വീടുകളുടെയൊക്കെ 2ാം നില പോലും വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമാണ് എങ്കിൽ പോലും സാഹചര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ തുടരുന്നു. മുൻകരുതലുകൾ ലഭിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. നമസ്കാരം മാം. ശക്തമായ മഴയാണ് കോട്ടയം പലയിടത്തും. മുണ്ടക്കയത്തെ സാഹചര്യം എന്താണ്? മുണ്ടക്കയത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഇപ്പൊ വെള്ളം കുറച്ച് ഇറങ്ങി. ഭയങ്കര മോശമായിരുന്നു. ഒരുപാട് വെള്ളം കയറി. വീട് കുറെ 40 പേരെ നമ്മൾ മാറ്റി താമസിപ്പിച്ചു. നമ്മൾ കൺട്രോൾ റൂം തുറന്നു. ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട്. വെള്ളം താണെങ്കിലും അതിന് കയറുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പിന്നെ എല്ലാ സന്നാഹങ്ങളും നമുക്കിവിടെ ഉണ്ട്. എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. DYSP ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണോ ഇത്? നമ്മുടെ മുണ്ടക്കയത്ത് ഇല്ലെങ്കിലും കൂട്ടിക്കലെ ഉരുൾപൊട്ടൽ നിരന്തരമാണ്. അവിടുന്ന് ഉരുൾപൊട്ടി വരുന്നതാണ് ഈ പ്രശ്നം. ഇപ്പോഴും അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. പണ്ട് ഉരുൾപൊട്ടി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലമാണ് കൂട്ടിക്കല്. കൂട്ടിക്കലിൽ നിന്ന് വരുന്ന സംഭവമാണ് മുണ്ടക്കയത്ത് ഈ പ്രതിഫലിപ്പിക്കുന്ന മുഴുവനും. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അപകടമോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലോ അല്ലേ ഇപ്പോ ഇതുവരെ? ഇല്ല, മനുഷ്യന്റെ അപായങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ നഷ്ടങ്ങൾ ഒത്തിരി കടക്കാർക്ക് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. മനുഷ്യൻ ഒന്നും വന്നിട്ടില്ല. കടകളിലൊക്കെ വെള്ളം കയറി ഹോട്ടലിലൊക്കെ വെള്ളം കയറി. ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ഈ മുണ്ടക്കയം ഭാഗത്ത് ഈ കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം മുണ്ടക്കയത്തേക്ക് പലപ്പോഴും എല്ലാ വർഷവും തന്നെ അവിടെ വെള്ളം കയറാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയൊരു വെള്ളത്തിന്റെ ഒരു ഒഴുക്ക്, ഒരു വരവ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രതീക്ഷിച്ചതിനപ്പുറം വന്നു ഇപ്രാവശ്യം. ഇപ്പോഴും ആ വെള്ളക്കെട്ട് അങ്ങനെ തന്നെ തുടരുകയാണ്. പതിയെ ഇറങ്ങി പോകുന്നതേ ഉള്ളൂ. ഇറങ്ങുന്നേ ഉള്ളൂ. മഴ ഇപ്പോഴും തുടരുകയാണ് അവിടെ? മഴയുണ്ട്. ശരി, ഇപ്പോൾ ഈ പാതിരാത്രി ആയതുകൊണ്ട് ഒരു 2 മണി 3 മണി സമയത്താണ് ഈ വലിയൊരു മഴയും വലിയൊരു വെള്ളക്കെട്ട്. അപ്പോൾ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ആർക്കും പെട്ടെന്ന് ഇത് ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കെല്ലാം ഇടപെടാനും. ഞങ്ങള് ഇവിടെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 11 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ വെള്ളം പോകുന്ന സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ നിരന്തരം വിളിക്കുന്നുണ്ടെന്ന്. ഞാനും ഒരു 1-2 കൂടെ എത്തി. പെട്ടെന്ന് തന്നെ ഇടപെടാൻ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു ഉറപ്പായിട്ടും. ഓക്കെ, ഈ മാറ്റേണ്ട ആളുകളെ എല്ലാവരെയും തന്നെ വിളിച്ചുണർത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിൽ നിന്നോ ഒക്കെ മാറ്റാൻ സാധിച്ചു. മാറ്റി. ഓക്കെ, നിലവിൽ എല്ലാവർക്കും നമ്മളെ മുൻകരുതലൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരി. മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ കൂട്ടിക്കൽ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ സംശയിക്കുന്നത്. മുണ്ടക്കയത്തും
കഴിഞ്ഞ വർഷത്തെ ഇതിനേക്കാളുമൊക്കെ ഉയർന്ന അളവിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത് കടകളിലും വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആളപായമില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. എങ്കിൽ പോലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. അഖിൽ കെയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അപ്പോൾ അഖിലെ, ജില്ലാ കളക്ടർ സംസാരിക്കുന്നു അത് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരത്തിൽ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങളിലാണിപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. തീക്കോയ് ഭാഗത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടായാൽ നമുക്കറിയാം പിന്നീട് സംഭവിക്കുന്നത്. ആളുകളൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. സമയം 6 മണി മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപക്ഷെ അവരൊക്കെ എണീക്കുന്ന സമയത്തായിരിക്കാം ഈ ഒരു വാർത്ത തന്നെ അറിയുന്നത്. ഈ പാലാ, കോട്ടയം നഗരഭാഗങ്ങളിലേക്ക്, ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ വലിയ വെള്ളം കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതാണ് ഈ മലയോര മേഖലകളിൽ വെള്ളം പൊങ്ങുമ്പോഴാണ് പലപ്പോഴും ഈ കോട്ടയം നഗരം തന്നെ വെള്ളത്തിനടിയിലാവുന്നത്. അങ്ങനെയുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള മുൻകരുതലൊക്കെ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും ജില്ലാ ഭരണകൂടം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അതായത് സ്വാഭാവികമായും ഈ പാലാ നഗരത്തിലേക്ക് ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയം നഗരത്തിലേക്കും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും അപ്പർ കുട്ടനാട് മേഖലയിലേക്കും ഈ വെള്ളം ഒക്കെ ഇരച്ചെത്തും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ കയറി തുടങ്ങിയതാണ്. പക്ഷേ ഒരു 1 മണി 2 മണിയോട് കൂടിയാണ് ഇത്ര വലിയ രീതിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നുള്ളതാണ്. രാത്രി 1 മണിയോടുകൂടി തന്നെ ഈരാറ്റുപേട്ട നഗരത്തിലൊക്കെ തന്നെ ഈ വെള്ളം കയറി തുടങ്ങിയിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ തന്നെയാണ് ഇതിന് വലിയ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 സ്ഥലത്തിന് മുകളിൽ ഈ പല പ്രദേശങ്ങളായി തീക്കോയുടെയും അതുപോലെ തന്നെ മുണ്ടക്കത്തിന്റെയും ഭാഗങ്ങളായിട്ട് 3-4 സ്ഥലങ്ങളിൽ കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്ക് ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വരുന്ന തരത്തിലല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളതാണ്. ആളുകൾക്ക് അതായത് ഇത്തരത്തിൽ ഈ വെള്ളം കയറാൻ സാധ്യതയുള്ളതും പ്രശ്നങ്ങളുള്ള ബാധ്യതയുള്ള ആളുകളെയൊക്കെ തന്നെ ഇതിനോടകം തന്നെ നമ്മൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ളവരെയും ഒക്കെ ബന്ധപ്പെടുമ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഭാഗത്തുള്ള അതായത് ഈ കോട്ടയം ഞാറക്കാട്, അതായത് ഈ മുണ്ടക്കയം ഭാഗമാണ്. ഞാറക്കാട് ഭാഗത്തുള്ള ഒരു 3 കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരമുണ്ട്. പക്ഷെ അത് ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്നാണ് നമുക്ക് ബന്ധപ്പെട്ട അധികൃതമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരവും മറ്റുമൊക്കെ അടപഴകി വീടുകൊണ്ട് ഇവർക്ക് അവിടെ ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ ചെറിയ മണ്ണിടിച്ചൽ ഭീഷണി ആ പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തും ഫയർഫോഴ്സ് അടക്കമുള്ളവരുണ്ടാവുന്നുണ്ട്. ഈ കൂട്ടിക്കലും അതുപോലെ തന്നെ മറ്റ് ഈ മണ്ണിടിച്ചിലുണ്ടായ ചില പ്രദേശങ്ങളിലേക്ക് ഫയർഫോഴ്സിനടക്കം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ വഴികളിലേക്കും മണ്ണിടിഞ്ഞ് ഇവിടെ വഴികളടക്കം ഗതാഗത തടസ്സമടക്കം ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മഴ എന്നുള്ളതാണ്. ഇപ്പോൾ മഴ ഇപ്പോഴും അതായത് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. മഴ പൂർണ്ണമായും തോരുകയോ നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ച അവസ്ഥയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കാണുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഈ പാടങ്ങളിലേക്കും ഒക്കെ തന്നെ വെള്ളം വലിയ തോതിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തോടുകളിലേക്കും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവർത്തിച്ച് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 2018 പോലും ഇത്രത്തോളം ഒരു വെള്ളം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം വെള്ളം കയറുന്നത് കണ്ടിട്ടില്ല എന്നുള്ളത്. ഈരാറ്റുപേട്ട നഗരത്തിലടക്കം ഇത്രത്തോളം വലിയ തോതിൽ ഈ വലിയ രീതിയിൽ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ വെള്ളം കയറിയിട്ടുള്ളത് ഈ ഉരുൾപൊട്ടലിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം പാലിക്കണം, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീടുകളുടെ മുകളിലേക്ക് അടക്കം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പോലും ഇതിലുള്ള ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. ചില ആളുകൾ ഈ മണ്ണിടിഞ്ഞ് വരുന്നത് കണ്ട് തന്നെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലേക്കും ഈ മരങ്ങൾ കടപഴകി വീണ് ഈ ഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ട് തന്നെ പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പാലായാലും ഈരാറ്റുപേട്ട ഭാഗത്താണെങ്കിൽ പോലും ഇന്നലെ രാത്രി തന്നെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് പലയിടങ്ങളിലും ആളുകൾ ഫോണിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ അപകടങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമാവുന്നു കണ്ടപ്പോൾ തന്നെ ഘട്ടത്തിൽ തന്നെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. കാരണം ഈ വൈദ്യുതി പൊട്ടി വീണ് പിന്നെ മറ്റു വർഷങ്ങളിലേക്ക് പോകാതിരിക്കാൻ വൈദ്യുതി ബന്ധം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വെള്ളം മഴ ചെറുതേ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് ചാറ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ആശ്വാസകരമാണ്. പക്ഷേ ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഷിയാസ്.